ബിലായി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി. പച്ചവിരിച്ച പ്രകൃതി ഭംഗിയും ഏറെ നയനമനോഹരമായ കാഴ്ചകളും സമ്മാനിക്കുന്ന ഒരു ദേശം, അതാണ് ബിലായി. സ്വാതന്ത്ര്യത്തിനു ശേഷം മധ്യ ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ബിലായി എന്ന നഗരം. അതിന് കാരണം ബിലായി സ്റ്റീൽ പ്ലാന്റും. ലോകത്തിന്റെ ഏതു കോണിലും എത്തിപ്പെടുവാനും ജീവിതം കെട്ടിപ്പടുക്കുവാനും കഴിവുള്ള മലയാളി 1970കളിൽ ഈ സ്വപ്ന നഗരത്തിലെ സ്റ്റീൽ പ്ലാന്റിലേക്ക് ചേക്കേറി. അതിൽ സുറിയാനി സഭാമക്കളും ധാരാളമുണ്ടായിരുന്നു. സ്വന്തം നാടും വീടും വീട്ടുകാരും ദൂരത്തായിരുന്നപ്പോഴും തങ്ങളുടെ വിശ്വാസത്തിൽ മാത്രം ഒന്നിച്ചിരുന്ന ഒരു കൂട്ടം സുറിയാനി മക്കൾ ആയിരത്തി 1972-74 കാലഘട്ടങ്ങളിൽ ആഞ്ഞടിച്ച വിശ്വാസ വൈപരീത്യത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും പ്രകമ്പനങ്ങൾ ഈ കൂട്ടായ്മയിലും ആഞ്ഞടിച്ചപ്പോൾ ബിലായിയിലെ സുറിയാനി മക്കളെയും അത് വല്ലാതെ ബാധിച്ചു. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ തങ്ങളുടെ പൂർവ്വ പിതാക്കൾ ചൊല്ലിത്തന്ന അന്ത്യോക്യൻ സത്യവിശ്വാസം മുറുകെ പിടിച്ച് തങ്ങളുടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അവർ ആ കൂട്ടായ്മയുടെ പടിയിറങ്ങി. ഉടനെ തന്നെ 1974 മാർച്ച് 30 ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ പ്രൊജക്ട് മാനേജരായിരുന്ന ശ്രീ TM മാത്യു സാർ അധ്യക്ഷം വഹിച്ച ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും ഭിലായ്, ദുർഗ്, റായ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും 50ഓളം കുടുംബങ്ങൾ ഒന്നായി ചേർന്ന് അവിടെ വെച്ച് 21 പേരടങ്ങുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കോൺഗ്രിഗേഷൻ രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഓരോ കുടുംബങ്ങളിലും ഒന്നിച്ചുകൂടുകയും പ്രാർത്ഥന, ഗാനാലാപനം തുടങ്ങിയ ക്രിസ്തീയ ആരാധനാരീതികൾ തുടരുകയും തങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഈ കൂട്ടായ്മ മുഖാന്തരമായി പങ്കുവയ്ക്കുകയും ചെയ്തു വന്നു. കാലം ചെയ്ത പുണ്യശ്ലോകനായ അഭിവന്യ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് എന്ന പെരുമ്പിള്ളി തിരുമേനിയെ കാണുന്നതിനും തങ്ങളുടെ കോൺഗ്രിഗേഷന്റെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഇടയായത് വിശ്വാസ തീഷ്ണതയുള്ള അഭിവന്യ തിരുമേനി പൂർണ്ണമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിരുന്ന RV മർക്കോസ് അച്ഛനെ കാലം ചെയ്ത അഭിവന്യ മർക്കോസ് മാർ കൂറിലോസ് തിരുമേനിയെ ഞാൻ എൻ്റെ വലതുകരം വെട്ടി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കുള്ള വിശുദ്ധ വസ്തുക്കളും കൊടുത്ത് ബിലായിലേക്ക് അയച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രഥമ വികാരിയായി ചുമതലയേറ്റ് 1974 ഡിസംബർ 1 ബിലായ് സ്റ്റീൽ പ്ലാന്റ് ക്ലബിൽ പ്രത്യേകം തയ്യാറാക്കിയ ബലിപീഠത്തിൽ സുറിയാനി സഭാമക്കൾക്കു വേണ്ടി ആദ്യ ബലിയർപ്പിച്ചു. കാലം ചെയ്ത അഭിവന്യ മർക്കോസ് മാർ കൂറിലോസ് തിരുമേനിയുടെ ദിവംഗതനായ മർക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ ശ്രീ കുര്യൻ തോമസ്, ശ്രീ PT സാമുവൽ, ശ്രീ KC മാത്യു, ശ്രീ ജോസഫ് സ്കറിയ, ശ്രീ VA കുര്യൻ, ശ്രീ PK ചെറിയാൻ, ശ്രീ KC തോമസ്, ശ്രീ CV മാത്യു, ശ്രീ KK കുര്യൻ, ശ്രീ MV ഉതുപ്പ്, ശ്രീ VK ഫിലിപ്പോസ്, ശ്രീ MG ബേബി, ശ്രീ K ഉമ്മൻ, ശ്രീ PS ഡാനിയൽ, ശ്രീ TV ഉമ്മൻ എന്നിവർ ആദ്യ കമ്മിറ്റി അംഗങ്ങളായി ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം നേതൃനിരയിൽ സജീവമായി. ഏറെ പ്രയാസങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ കാലഘട്ടം. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വകവയ്ക്കാതെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയ്ക്ക് സ്വന്തമായി ഒരാരാധനാലയം എന്ന സ്വപ്നം
വിശ്വാസികളുടെ ഉള്ളിൽ നിറഞ്ഞുവന്നു. ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിനായി സുറിയാനി സഭാമക്കൾ അശ്രാന്തമായി പരിശ്രമിച്ചു. ഇതിന്റെ പരിസമാപ്തി എന്ന വണ്ണം ദൈവകൃപയാൽ സ്റ്റീൽ പ്ലാന്റ് അധികൃതരുടെ തുടർ നടപടികളുടെ ഭാഗമായി സെക്ടർ 6 ഒരു ദൈവാലയം പണിയുന്നതിനായി സ്ഥലം അനുവദിച്ചു തന്നു. ദൈവത്തിന്റെ കൃപയും മനുഷ്യരുടെ അധ്വാനവും നിരന്തരമായ പ്രാർത്ഥനകളുമാണ് ഇത്രത്തോളം ഈ ദൈവാലയത്തെ, ഈ കൂട്ടായ്മയെ വഴി നടത്തിയത്. 1977 ഏപ്രിൽ 24 പുണ്യശ്ലോകനായ സാമുവൽ മാർ പീലക്സീനോസ് മെത്രാപ്പോലീത്തായുടെ തൃക്കരങ്ങളാൽ ശുദ്ധിമതിയായ മാതാവിന്റെ നാമത്തിൽ ഒരു ദൈവാലയം പണിയുവാൻ അടിസ്ഥാന ശില പാകി. ആ വർഷം ഒക്ടോബർ 8 കയ്യിൽ ലഭിച്ചതായ 8000 രൂപ എന്ന ചെറിയ സംഖ്യ കൊണ്ട് പള്ളിപണിക്ക് തുടക്കം കുറിച്ചു. ശുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥതയുടെ അനുഗ്രഹീത സന്ദർഭങ്ങൾ ഏറെയായിരുന്നു. തുടർന്നങ്ങോട്ട് പള്ളിപണി ഏറ്റെടുക്കുവാൻ ആദ്യം വിസമ്മതിച്ച കരാറുകാരൻ തന്നെ പിന്നീട് അത് ഏറ്റെടുക്കുകയുണ്ടായി. സഭാമക്കളുടെ കഠിനാധ്വാനവും കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനയും വളരെ പെട്ടെന്ന് ഫലം കണ്ടു. 5 മാസത്തിനുള്ളിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ കാതോലിക്ക ബാവായുടെ അനുഗ്രഹീത തൃക്കരങ്ങളാൽ 1978 മാർച്ച് മാസം 12-ാം തീയതി ദൈവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിക്കപ്പെട്ടു. കേരളത്തിന് പുറത്ത് ആദ്യമായി പണി കഴിപ്പിച്ച സുറിയാനി സഭാമക്കളുടെ ദൈവാലയമായി ഭിലായ് സെന്റ് മേരീസ് പള്ളി. പള്ളിയുടെ രൂപകൽപ്പനയും വാസ്തുവിദ്യയും മൂലം ഏറെ വ്യത്യസ്തമായി പൗരാണികത വിളിച്ചോതുന്നു നമ്മുടെ ദൈവാലയം. 1978 നവംബർ 13 പുണ്യശ്ലോകനായ സാമുവൽ മാർ പീലക്സീനോസ് മെത്രാപ്പോലീത്തായുടെ തൃക്കരങ്ങളാൽ പാഴ്സനേജിനുള്ള തറക്കല്ലിടുകയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിന്റെ പണിയും അത്ഭുതകരമായി 1 വർഷം കൊണ്ട് തന്നെ പൂർത്തിയായി. ഒരു കുരിശും തൊട്ടിയില്ലാത്ത പള്ളിയും പരിസരവും പൂർണ്ണമാകില്ല എന്ന വിശ്വാസം നമ്മുടെ ഇടവകാംഗമായിരുന്ന ശ്രീ CK കോരയുടെ സഹായഹസ്തങ്ങളാൽ പൂർത്തിയായി. പുണ്യശ്ലോകനായ തോമസ് മാർ തേഫീലോസ് മെത്രാപ്പോലീത്തായുടെ അനുഗ്രഹാശിസ്സുകളാൽ 1981 സെപ്റ്റംബർ 8 ശ്രീ CK കോരയുടെ സഹായഹസ്തങ്ങളാൽ നിർമ്മാണം ആരംഭിച്ച കുരിശുംതൊട്ടി പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ചാത്തുര്യത്തിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ അനുഗ്രഹീത നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 2014 കുരിശുംതൊട്ടി പുതുക്കി പണിയുകയും അഭിവന്യ ഐസക് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലീത്ത പരിശുദ്ധന്റെ തിരുശേഷിപ്പ് സ്ഥാപിക്കുകയും 2014 നവംബർ 22 കൂദാശ നിർവഹിക്കുകയും ചെയ്തു. 2010 ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം ആരംഭിക്കുകയുണ്ടായി. 2014 ഇന്ന് കാണുന്ന രീതിയിൽ അനുഗ്രഹീതമായി മനോഹരമായി അത് പൂർത്തീകരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം സ്വന്തമായി ദൈവാലയത്തിന്റെ ആവശ്യങ്ങൾക്കായി ഒരു പാരീഷ് ഹാൾ നിർമ്മിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഭിലായിയുടെ മണ്ണിൽ യാക്കോബായ സുറിയാനി മക്കൾ തങ്ങൾക്ക് ചൊല്ലിത്തന്ന് പഠിപ്പിച്ച സത്യവിശ്വാസത്തിൽ അടിയുറച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നു. 50 വർഷം പൂർത്തീകരിക്കുന്ന 2024 ജൂബിലി ആഘോഷത്തിന്റെ സന്ദർഭത്തിൽ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിവന്യ
കുര്യാക്കോസ് മാർ യൗസേബിയോസ് തിരുമനസിന്റെ സാന്നിധ്യത്തിൽ പള്ളിയകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിൽ പരിശുദ്ധ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ തിരുശേഷിപ്പ് ഭക്തി പുനഃപ്രതിഷ്ഠിച്ചു. 2024 ഫെബ്രുവരി 26 മനോഹരമായ കൊടിമരം ദൈവാലയമുറ്റത്ത് നാട്ടിയത്. ശുദ്ധിമതിയായ മാതാവിന്റെ ജനന പെരുന്നാൾ ഏറെ ഭക്തി ദൈവാലയത്തിൽ ആചരിച്ചു വരുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും ധ്യാന ശുശ്രൂഷകളും മധ്യസ്ഥ പ്രാർത്ഥനകളുമായി നോമ്പോടും പ്രാർത്ഥനയോടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നണഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ എണ്ണം നിരവധിയാണ്. മാത്രവുമല്ല, ഇത് ഏറി വരികയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തിരമായി അനുഗ്രഹം നേടിയ ദൈവമക്കളുടെ സാക്ഷ്യമാണ് കടന്നുവരുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത്. സൺഡേ സ്കൂൾ, വനിതാ സമാജം, യൂത്ത് അസോസിയേഷൻ, എൽഡേഴ്സ് ഫോറം എന്നീ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി പ്രവർത്തിച്ചു വരുന്നു. വനിതാ സമാജത്തിൻ്റെയും യൂത്ത് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വർഷാവർഷം ചെയ്തു വരുന്നുണ്ട്. ഭദ്രാസനാധിപനായിരിക്കുന്ന കുര്യാക്കോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ ആശീർവാദത്തോടെയും മാർഗനിർദ്ദേശങ്ങളോടെയും വികാരി ഫാദർ ജോസഫ് വർഗീസ് അവരുടെ ആത്മീയ നേതൃത്വത്തിൽ ഡൽഹി ഭദ്രാസനത്തിന്റെ കീഴിൽ അന്ത്യോക്യൻ സത്യവിശ്വാസത്തിന്റെ സംരക്ഷകരായി ബിലായി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി നിലകൊള്ളുന്നു. വികാരി റവറൻ ഫാദർ ജോസഫ് വർഗീസ് അരീക്കൽ, സെക്രട്ടറി പ്രിൻസ് ബേബി, ട്രസ്റ്റി TV ജോർജ് കുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ ലൈജു ജോയ്, ഉല്ലാസ് കറിയ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് അബ്രഹാം, കമ്മിറ്റി അംഗങ്ങളായ ഷാജി ഡാനിയേൽ, ബിജു കോര, സജിമോൻ ഫിലിപ്പോസ്, കെ പ്രിൻസി, TV ഡാനിയേൽ, സജി ജോസഫ്, റോയ് ജേക്കബ്, സ്മിത മാത്യു, സജനി സിബി അബ്രഹാം എന്നീ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കർമ്മനിരതമായ ഇടവക സമൂഹം പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മുറുകെ പിടിച്ച് ബിലായി സെന്റ് മേരീസ് ഇടവകയെ കൈപിടിച്ചു നടത്തുകയാണ്. നാളിതുവരെ ഞങ്ങളിൽ നിന്നും വേർപെട്ടുപോയ അഭിവന്യ പിതാക്കന്മാർ ദൈവാലയത്തിനായി രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്തവർ, ദൈവാലയത്തിന്റെ വളർച്ചയ്ക്കായി കൈമേയി മറന്ന് കൂടെ നിന്നവർ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്, ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.